നമസ്കാരം. ബികോം കേരള യൂണിവേഴ്സിറ്റി ബികോം തേർഡ് സെമസ്റ്ററിൻ്റെ എലക്റ്റീവ് പേപ്പറായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് കോഓപ്പറേഷൻ്റെ തേർഡ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾക്ക് ഒരു എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഡെവലപ്മെൻറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ബൈ സ്റ്റേജസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒരു 4 സ്റ്റേജസ് ആണ് പറയുന്നത്. 4 സ്റ്റേജസിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഡോക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആണ്. രണ്ടാമത്തെ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ബൈ ICA ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ്. അപ്പോൾ അവരുടെ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. പിന്നെ മൂന്നാമത്തെ കാർവേ കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കാർവേ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. കമ്മിറ്റിയുടെ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. അവസാനമായി നമ്മൾ പറയുന്നത് ഇപ്പം നിലവിലുള്ള 1995 ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് പുറത്തിറക്കിയിട്ടുള്ള പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് പറയുന്നതിന് മുമ്പിട്ടായിട്ട് അത് ആരാണ് ഈ റോക്ക്ഡെയിൽ പൈനിയേഴ്സ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒരു ഒറിജിൻ, കോഓപ്പറേഷൻ്റെയൊക്കെ ഒരു ഒറിജിൻ പഠിക്കുന്ന സമയത്ത് അത് ഒരു റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്നൊരു സൊസൈറ്റിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവരാണ് ആദ്യമായി ഈ കോഓപ്പറേറ്റീവ് ലയൻസിൽ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. ഒരു സൊസൈറ്റി തുടങ്ങുകയും അവിടെ ഈ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പ്രൊഡ്യൂസ് ചെയ്ത് സാധനങ്ങൾ വിറ്റഴിക്കുകയും അതിനകത്ത് നിന്ന് കിട്ടുന്ന ലാഭം വീതം വെച്ചെടുക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് യഥാർത്ഥത്തിൽ റോക്ക്ഡെയിലുള്ള ഒരു ഇക്വിറ്റബിൾ സൊസൈറ്റി ആണ് എന്നുള്ളതാണ്. അപ്പോൾ the first person to formulate definite practical rules and successfully demonstrate the gainful possibilities of cooperative action were the Rockdale Pioneers എന്നാണ്. റോക്ക്ഡെയിൽ പൈനിയേഴ്സ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മുൻനിരക്കാർ എന്നുള്ള നിലയ്ക്ക് അവരാണ് ആദ്യമായി ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ റൂൾസും അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ സക്സസ്ഫുള്ളായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തതും എല്ലാം ആരാണ്? ഈ റോക്ക്ഡെയിൽ പൈനിയേഴ്സാണ്. അപ്പം എന്തുകൊണ്ടാണ് അവരെ പൈനിയേഴ്സ് എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ ദേ ആർ കാൾഡ് പൈനിയേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ബിക്കോസ് ഓഫ് ദ ഫോളോയിങ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ താഴെ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തത്, ദേ വെയർ റെസ്പോൺസിബിൾ ഫോർ ഓർഗനൈസിങ് ദ ഫസ്റ്റ് പെർമനൻ്റലി സക്സസ്ഫുൾ കോഓപ്പറേറ്റീവ് സ്റ്റോർ. ആദ്യമായിട്ടൊരു പെർമനൻ്റ് ആയിട്ടുള്ള സക്സസ്ഫുൾ കോഓപ്പറേറ്റീവ് സ്റ്റോർ ഓർഗനൈസ് ചെയ്തത് ഈ റോക്ക്ഡെയിൽ പൈനിയേഴ്സാണ്. രണ്ടാമത്തത്, ദേ സക്സീഡഡ് ഇൻ ഗിവിങ് എ ഡെഫിനിറ്റ് ഷേപ്പ് ഓഫ് ദ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിന് കൃത്യമായൊരു ഒഴുക്ക് അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് കൊടുത്തത് ഈ റോക്ക്ഡെയിൽ പൈനിയേഴ്സാണ്. മൂന്നാമത്തത്, ദ ഇൻഡിവിജ്വൽ ഇൻവോൾവ്ഡ് ദെയർ ഇൻ വെയർ ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റീസ്. എന്ന് വെച്ചാൽ ആ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിക്ക് രൂപം നൽകിയ ആളുകളുടെ അല്ലെങ്കിൽ ആ വ്യക്തികൾ എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റീസ് ആയിരുന്നു എന്നുള്ളതാണ്. നാലാമതായി പറയുന്നത്, ദേ വെയർ ദ പേഴ്സൺസ് ഹൂ കുഡ് റെക്കഗ്നൈസ് എ കോഓപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി വിച്ച് ഹോൾഡ്സ് പ്രൊമിനൻറ്റ് പ്ലേസ് ഇൻ ബ്രിട്ടൻ ഈവൻ നൗ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇന്നുപോലും, എന്ന് വെച്ചാൽ ഇത് നിലവിൽ വരുന്നത് 1800-കളിലാണ്, എന്ന് വെച്ചാൽ 1800-കളുടെ രണ്ടാം പകുതിയിലാണ്. എന്നാൽ അന്നു മുതൽ ഇന്നു വരെയും അല്ലെങ്കിൽ ഇപ്പോഴും ബ്രിട്ടനിൽ വളരെ സക്സസ്ഫുള്ളായി നിലനിൽക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ തുടക്കക്കാർ എന്നുള്ള നിലയ്ക്കും ഇവരെ നമുക്ക് എന്ത് പറയാൻ പറ്റും? റോക്ക്ഡെയിൽ പൈനിയേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ പൈനിയേഴ്സ് എന്ന് വെച്ചാൽ മുന്നേ നടക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മുൻനിരക്കാർ എന്നുള്ളതാണ് കേട്ടോ. അപ്പം അവിടെ നിന്നാണ് നമ്മൾ റോക്ക്ഡെയിലിൻ്റെ ആ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നത്. ശ്രദ്ധിക്കുക, അത് ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് എന്നുള്ളതാണ്. ഇനി ദ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെയിം ഇൻ ടു ബീയിങ് ഇൻ 1760. നമ്മൾ റോക്ക്ഡെയിൽ പൈനിയേഴ്സിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പറയുമ്പോൾ ആദ്യത്തെ കോഓപ്പറേറ്റീവ് സഹകരണ സൊസൈറ്റി കടന്നു വരുന്നത് 1760-ലാണ്. ദിസ് വാസ് സെറ്റപ്പ് ബൈ വൂൾവിക് ആൻഡ് ചേറ്റൺ. അപ്പോൾ ഇങ്ങനെ 2 ആൾക്കാരാണ് അത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ദെയർ വെയർ വേരിയസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോംഡ് ഓൺ ഡിഫറൻറ്റ് ലൈൻസ് ഇൻ ബിറ്റ്വീൻ 1760 ആൻഡ് 1844. എന്ന് വെച്ചാൽ ഈ ഒരു കാലയളവിൽ 1760 മുതൽ 1844 വരെയുള്ള കാലഘട്ടങ്ങളിൽ പലതരത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ പലയിടങ്ങളിലായി തുടങ്ങിയിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ദേ ഡിഡ് നോട്ട് സക്സീഡ്. അപ്പം പലതും എന്ത് ചെയ്തിട്ടില്ല, അത് സക്സീഡ് ആയിട്ടില്ല. In 1844, 28 flannel weavers in a place
called Rockdale in England forms a consumer cooperative society for benefiting the weavers community. അപ്പം ഈ വീവേഴ്സ് കമ്മ്യൂണിറ്റിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 28 ഫ്ലാനൽ വീവേഴ്സിൻ്റെ പിന്നെ ഒരു സൊസൈറ്റി 1844 റോക്ക്ഡെയിൽ, ഇംഗ്ലണ്ടിലെ റോക്ക്ഡെയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആരംഭിച്ചു എന്നാണ് പറയുന്നത്. They succeeded in their venture basically on account of the fact that they were running the store with some basic principle. അപ്പം അവരെന്തുകൊണ്ട് സക്സീഡഡ് ആയി അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് അതിൽ വിജയിച്ചു എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അവരത് വിജയിച്ചത്? അവർ വിജയിക്കാൻ കാരണം എന്ന് വെച്ചാൽ ആ ഒരു ബിസിനസ് അവർ മുന്നോട്ട് റൺ ചെയ്ത് കൊണ്ടുപോയത് ചില അടിസ്ഥാന തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ചില അടിസ്ഥാന തത്വങ്ങളുണ്ടായിരുന്നു, അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ട് മാത്രമാണ് അവർക്ക് ആ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ തുടങ്ങിയ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ പലതും ഫെയിലായി പോകുമ്പോഴും എന്തുകൊണ്ടാണ് ഈ റോക്ക്ഡെയിൽ പൈനിയേഴ്സ് വിജയിച്ചത് എന്ന് ചോദിച്ചാൽ അവർക്ക് ചില തത്വങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. This society is working in England as a wholesale equitable pioneers cooperative society. അപ്പോൾ ഇത് ഇംഗ്ലണ്ടിൽ ഒരു ഹോൾസെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള നിലയിലാണ് അത് മുന്നോട്ട് പോകുന്നത്. ഇനി അവർ കുറച്ച് പ്രിൻസിപ്പിൾസ് പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ അവരൊരു ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അവരെന്തൊക്കെ തത്വങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രിൻസിപ്പിൾസാണ് അവർ മുന്നോട്ട് വെച്ചതെന്ന് വെച്ചാൽ, ഒന്നാമത്തത് ഓപ്പൺ മെമ്പർഷിപ്പാണ്. ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് വെച്ചാൽ അറിയാമായിരിക്കുമല്ലോ. ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് വെച്ചാൽ 18 വയസ്സ് പ്രായമായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അതിനകത്ത് അംഗത്വം എടുക്കാൻ കഴിയും. അപ്പോൾ ഓപ്പൺ മെമ്പർഷിപ്പാണ്. ഡെമോക്രാറ്റിക് കൺട്രോളാണ്. ആലോചിച്ച് നോക്കൂ, നമ്മൾ 1844 ഈ കാര്യങ്ങൾ പറയുന്നത്. പലയിടങ്ങളിലും ഡെമോക്രസി നിലവിൽ വന്നിട്ടുണ്ടാവത്തില്ല. ഡെമോക്രസി നിലവിൽ വന്നാൽ തന്നെ ചിലർക്ക് വുമൺസിന് വോട്ടവകാശം ഉണ്ടാവില്ല, സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടാവത്തില്ല. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങിയ ഡെമോക്രാറ്റിക് കൺട്രോളിലാണ് എന്നുള്ളതാണ്. 1 man 1 vote എന്നുള്ള നിലയിൽ അപ്പോൾ അവിടെ തുടങ്ങി, ആ ഒരു സ്ഥാപനം തുടങ്ങി. അത് രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ്. മൂന്നാമത് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിന് ഉള്ള ഇൻട്രസ്റ്റിൻ്റെ അളവ് വളരെ കുറവാണ് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നാലാമത്തത് പാറ്റർനേജ് ഡിവിഡൻഡ്. എന്ന് വെച്ചാൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്നുള്ളതാണ്. പിന്നെ അവിടുത്തെ ട്രേഡിങ് ക്യാഷ് ട്രേഡിംഗ് ആണ്. അവിടെ കടത്തിൻ്റെ സാധനങ്ങൾ കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. ക്യാഷ് ട്രേഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട ആശയം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ആൻഡ് റിലീജിയസ്ലി ന്യൂട്രലായിരുന്നു. എന്ന് വെച്ചാൽ പൊളിറ്റിക്കലായിട്ട് നോക്കിയാലും റിലീജിയസ് ആയിട്ട് നോക്കിയാലും അവർ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ന്യൂട്രാലിറ്റി ഒരു മതത്തിനോടും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിനോടും പ്രത്യേകിച്ചായിട്ട് താല്പര്യമോ പ്രത്യേകിച്ചൊരു അനിഷ്ടമോ ഇല്ലാതെയാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ പ്രൊമോഷൻ ടു എഡ്യൂക്കേഷൻ. പ്രൊമോഷൻ ടു എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അവർ അംഗങ്ങൾക്ക് എന്ത് കൊടുക്കുന്നു? എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അംഗങ്ങൾ നമുക്ക് അറിയാമായിരിക്കുമല്ലോ, ഈ അംഗങ്ങൾക്ക് ഈ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള അറിവും വിവരങ്ങളും ഇല്ലെങ്കിൽ ഇത് സക്സസ്ഫുൾ ആവാൻ സാധ്യതയില്ല. അതുകൊണ്ട് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചോ അല്ലെങ്കിൽ കോർപ്പറേഷനെ കുറിച്ചോ അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റു കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വിദ്യാഭ്യാസം മെമ്പേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അവസാനമായി പറയുന്നത് സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സ് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്നുവെച്ചാൽ അവർ ഈ അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്, ട്രേഡിങ് നടത്തിക്കൊണ്ടിരുന്നത് വളരെ പ്യുവറായിട്ടുള്ള അതേപോലെ അൺഅഡൾട്ടേഡ് എന്ന് അറിയാമല്ലോ, നമ്മൾ യാതൊരു തരത്തിലുള്ള മായവും കലർത്തിയിട്ടില്ലാത്ത തരം ഗുഡ്സുകളാണ് അവിടെ വിറ്റഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് ഫ്ലറിഷ് ആവാൻ പറ്റിയത്, പെട്ടെന്ന് ഒരു സക്സസ്ഫുള്ളായി മാറാൻ സാധിച്ചത്. ഇത്തരം പ്രിൻസിപ്പിൾസ് അവർ മുന്നോട്ട് വെക്കുകയും ആ പ്രിൻസിപ്പിൾസ് അവർ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്തും കൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ഫോളോ ചെയ്തിരുന്ന ആ പ്രിൻസിപ്പിൾസാണ് ഈ പ്രധാനപ്പെട്ട 8 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രണേജ് ഡിവിഡൻഡ്, അതേപോലെ തന്നെ ക്യാഷ് ട്രേഡിംഗ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ്
ഗുഡ്സ്. അത് ഫസ്റ്റ് പ്രിൻസിപ്പിളാണ്. ഇനി രണ്ടാമത്തെ ഒരു സ്റ്റേജായിട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ബൈ ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ICA. ഇതൊരു സംഘടനയാണ്. ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് എന്ന് വെച്ചാൽ ഈ കോഓപ്പറേറ്റീവ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് മേഖലയിലുള്ള സ്ഥാപനങ്ങളുടെ ഒരു അലയൻസ് ആണ്. അപ്പോൾ ഇത് എല്ലാവരുടെയും കൂടെ ചേർത്തൊരു കൂട്ടായ്മ, അത് എന്താണ് അന്തർദേശീയമായ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയ്ക്കാണ് ICAയുടെ പ്രാധാന്യം. അതാണ്. അപ്പം അവർ ഈ ഒരു നമ്മുടെ റോക്ക്ഡെയിൽ പൈനിയേഴ്സിൻ്റെ പ്രിൻസിപ്പിൾസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്ന് റീഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏകദേശം നമ്മൾ ഇതെല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് വലിയ ഒരു വ്യത്യാസമൊന്നുമില്ല, വളരെ നാരോ ആയിട്ടുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നോക്കൂ, ICA is an international body set up for promotion of cooperative ideas and spreading the principles of cooperation around the world. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. എന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് ഐഡിയാസിൻ്റെ പ്രൊമോഷനും അതേപോലെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ സ്പ്രെഡ് ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻ്റർനാഷണൽ ബോഡിയാണ് ഏതെന്ന് പറയുന്നത് ICA എന്ന് പറയുന്നത്. ഫ്രം 1844 to 1934 ഇനോമസ് ചേഞ്ചസ് ടുക്ക് പ്ലേസ് ഇൻ ദ വേൾഡ് ഓൺ ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫ്രണ്ട്സ്. അപ്പം 1844 മുതൽ 1934 വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ ലോകത്ത് സാമ്പത്തികപരമായി, സാമൂഹികപരമായി, അതല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയപരമായി വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 1-2 ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള റാപ്പിഡായിട്ടുള്ള ചേഞ്ചസ് സംഭവിച്ചു കഴിഞ്ഞു. അപ്പം എ ഫ്രഷ് ലുക്ക് അറ്റ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വാസ് കാൾഡ് ഫോർ. അപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ മറ്റൊരു തരത്തിൽ നോക്കിക്കാണണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അപ്പോൾ ദ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ദെയർഫോർ അപ്പോയിൻറ്റഡ് എ സബ് കമ്മിറ്റി ഇൻ 1934. അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഒന്ന് ഉടച്ചു വാർക്കുന്നതിന് വേണ്ടിയിട്ട് 1934 ഒരു സബ് കമ്മിറ്റിയെ മുന്നോട്ട് കൊണ്ടുവന്നു. ആ സബ് കമ്മിറ്റി ദ ഇവാലുവേറ്റഡ് ദ പ്രിൻസിപ്പിൾസ് എനൻസിയേറ്റഡ് ബൈ റോക്ക്ഡെയിൽ, ഇറ്റ്സ് റെലവൻസ് ആൻഡ് ഒബ്സർവൻസ് ഇൻ ദ പ്രസൻറ്റ് ടൈം ആൻഡ് ഫൈനലി സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ 1937. അപ്പോൾ റോക്ക്ഡെയിൽ പൈനിയേഴ്സിൻ്റെ അവരുടെ പ്രിൻസിപ്പിൾസ് വളരെ കൃത്യമായി വിലയിരുത്തുകയും അതിൻ്റെ ഈ ഒരു പ്രസൻറ്റ് ടൈമിൽ അതിൻ്റെ റെലവൻസ്, അതിൻ്റെ ഒരു പ്രാധാന്യം കൃത്യമായി പഠിക്കുകയും ചെയ്തിട്ട് അവരതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് 1937 സബ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ്. ബേസ്ഡ് ഓൺ ദ സബ് കമ്മിറ്റി റിപ്പോർട്ട് ദ ICA instead of formulating principles they simply classified the Rockdale principles into 2. എന്ന് വെച്ചാൽ അവിടെ ഉടച്ചു വാർക്കൽ എന്ന് പറയുമ്പോഴും അവിടെ റോക്ക്ഡെയിൽ പൈനിയേഴ്സിൻ്റെ പ്രിൻസിപ്പിൾസിനെ ശരിയായ രീതിയിൽ അത് ഉടച്ചു വാർക്കുകയല്ല ചെയ്ത്, പകരം ചെയ്തതെന്ന് വെച്ചാൽ ഈ പ്രിൻസിപ്പിളിനെ അവർ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്തത്. അത് എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നും നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നും അങ്ങനെ 2ആയിട്ട് തരംതിരിച്ചു എന്നുള്ളതാണ്. നമ്മുടെ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിനെ 2ആയി തരംതിരിച്ചു. ഒന്ന് എസെൻഷ്യൽ പ്രിൻസിപ്പിൾസും രണ്ടാമത്തത് നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 4 എസെൻഷ്യൽ പ്രിൻസിപ്പിളാണ്, പിന്നെയുള്ള 4 നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിളാണ്. അപ്പം എസെൻഷ്യൽ പ്രിൻസിപ്പിൾസിൻ്റെ ഗണത്തിൽ വരുന്ന ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രണേജ് ഡിവിഡൻഡ് എന്ന് പറയുന്ന അത്രയും എസെൻഷ്യൽ പ്രിൻസിപ്പിളായിട്ടും റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടഡ് ഗുഡ്സ് എന്ന് പറയുന്നത് നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസുമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ 3rd സ്റ്റേജിലേക്ക് പോവുകയാണ്. 3rd സ്റ്റേജ് എന്ന് പറയുമ്പം കാർവേ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളാണ്. കാർവേ കമ്മിറ്റി അത് ഒരു പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്കാണ് ഈ കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു. PSC പരീക്ഷയ്ക്കുൾപ്പെടെ കോപ്പറേഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് PSC പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ് ഈ കാർവേ കമ്മിറ്റിയെക്കുറിച്ച് കേട്ടോ. അപ്പം in 1960, due to the dynamic nature of the world, a modification in the principle of cooperation was stated by ICA in 1937 was essential.
എന്ന് വെച്ചാൽ വീണ്ടും നമ്മുടെ ഈ ഒരു ലോകം ഭയങ്കര ഡൈനാമിക്കായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഇങ്ങനെ കാലഘട്ടങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്തോറും അവിടെ ടെക്നോളജിയിൽ വ്യത്യാസം വരുന്നു, കൾച്ചറിൽ വ്യത്യാസം വരുന്നു, അങ്ങനെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ആ വലിയ മാറ്റങ്ങളോടൊപ്പം തന്നെ ഒരു എന്താണ് നമ്മുടെ ICAയുടെ ഒരു 1937 റീഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രിൻസിപ്പിൾസിനെ ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്താലോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഹെൻസ് ദ ICA അപ്പോയിൻറ്റഡ് എ കമ്മീഷൻ ഇൻ 1964. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ICA ഒരു കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തു. 1964 ആ സംഗതി നടക്കുന്നത്. 5 നേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ UK ഉണ്ട്, USA, USSR, ജർമ്മനി ആൻഡ് ഇന്ത്യ. അങ്ങനെയുള്ള 5 നേഷൻസ് റെപ്രസെൻറ്റഡ് ദ കമ്മീഷൻ. ആ കമ്മീഷനിൽ 5 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് UK ആണ്, രണ്ടാമത്തെ USA, USSR, ജർമ്മനി, ഇന്ത്യ. അപ്പോൾ അതിനകത്ത് പ്രൊഫസർ DG കാർവേ from India was the chairman of the commission, and therefore the commission is popularly known as Karve Commission on Cooperative Principles. അപ്പോൾ ഇന്ത്യക്കാരനായിട്ടുള്ള പ്രൊഫസർ DG കാർവേ എന്ന് പറയുന്ന ആളായിരുന്നു ആ കമ്മീഷൻ്റെ ചെയർമാനായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കമ്മീഷനെ നമ്മൾ അറിയപ്പെടുന്നത് കാർവേ കമ്മീഷൻ ഓൺ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം 1964 അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കമ്മീഷൻ 1966 അവരുടെ പ്രിൻസിപ്പിൾസ് അടങ്ങുന്ന ഒരു റിപ്പോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരം നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന പ്രിൻസിപ്പിൾസിൻ്റെ എണ്ണം 6 എണ്ണമാണ്. അതുവരെ 8 എണ്ണം ഉണ്ടായിരുന്നു. ആ ഒരു എന്താണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പം അവിടെ ഉണ്ടായിരുന്ന പ്രിൻസിപ്പിൾസ് അത് എത്രയായിട്ട് ചുരുങ്ങി, അത് 6 എണ്ണമായിട്ട് ചുരുങ്ങി. അപ്പോൾ അതിൽ പറയുന്ന ഒന്നാമത് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പാണ്, ഡെമോക്രാറ്റിക് മാനേജ്മെൻ്റ് ഉണ്ട്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, കോഓപ്പറേഷൻ അമംഗ് കോഓപ്പറേറ്റീവ്സ്. അങ്ങനെ പറയുന്ന ഒരു പ്രധാനമായിട്ടുള്ള 6 പ്രിൻസിപ്പിൾസാണ് ഉള്ളത്. അതിൽ നമ്മളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിളൊക്കെയാണ്. അവിടെ നമ്മൾ അഡീഷണലായിട്ട് പറയുന്നത് കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ് എന്ന് പറയുന്ന 6ാമത്തെ പ്രിൻസിപ്പിളാണ് നമുക്ക് അല്ലാതെ ഉള്ളത് കേട്ടോ. അതിനകത്ത് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് നമുക്കറിയാം. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് എന്ന് വെച്ചാൽ 18 വയസ്സ് തികഞ്ഞ ഏതൊരു വ്യക്തിക്ക് എന്ന് പറയുമ്പോൾ അവിടെ ജാതി തിരക്കാൻ പാടില്ല, മതം തിരക്കാൻ പാടില്ല, വംശം തിരക്കാൻ പാടില്ല, കറുത്ത വർഗ്ഗമാണോ വെളുത്ത വർഗ്ഗമാണോ, ആണാണോ പെണ്ണാണോ, ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാണ്, അങ്ങനെ ഒന്നും നോക്കാതെ ഏതൊരു വ്യക്തിക്കും അദ്ദേഹത്തിന് 18 വയസ്സ് തികഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്. ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ അവിടുത്തെ എല്ലാ മാനേജ്മെൻറ്റ് അഫയേഴ്സും ഡെമോക്രാറ്റിക് ആയിട്ടാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എല്ലാത്തരം അധികാരങ്ങളും നിലനിൽക്കുന്നത് ജനറൽ ബോഡിയുടെ കയ്യിലാണ്. ഈ ജനറൽ ബോഡി എന്ന് പറയുന്ന ആളുകൾ കുറച്ച് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കും. ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് അവിടുത്തെ ഡേ ടു ഡേ അഫയേഴ്സൊക്കെ മാനേജ് ചെയ്യുന്നത്. ഇവരെ 5 വർഷത്തിലൊരിക്കൽ തിരഞ്ഞെടുക്കും. 5 വർഷത്തിൽ തിരഞ്ഞെടുക്കുമ്പോൾ അത് വോട്ടെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കപ്പെടുന്നത് മജോറിറ്റിയുടെ ഡിസിഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെയാണ് ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ആയിട്ട് പ്രിൻസിപ്പിൾ പറയുന്നത് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റലാണ്. ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഈ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഷെയർ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുമെങ്കിൽ പോലും അതെങ്ങനെയായിരിക്കണം, ഷുഡ് ബി ഓൺ എ ലിമിറ്റഡ് സ്കെയിൽ. അതെങ്ങനെയായിരിക്കാം, ഒരു ലിമിറ്റഡ് സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അല്ലാതെ തോന്നുന്നത് പോലെ നമ്മൾ എന്ത് കൊടുക്കാറില്ല, ഈ ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ കൊടുക്കാറില്ല. ഇനി അടുത്ത 4ാമത്തെ എന്ന് പറയുമ്പോൾ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് എന്ന് വെച്ചാൽ അവിടുത്തെ ഉണ്ടാകുന്ന സർപ്ലസ്, അല്ലെങ്കിൽ നമ്മൾ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പ്രോഫിറ്റ് എന്ന് പറയാത്തത്. പകരം നമ്മൾ എന്താ പറയുക, സർപ്ലസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സർപ്ലസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വളരെ ഇക്വിറ്റബിൾ ആയിട്ടായിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സർപ്ലസ് അവിടെ പല തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ഡിസ്പോസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി കുറച്ച് എമൗണ്ട് മാറ്റി വെക്കും. അതേപോലെ അതിൻ്റെ കോമൺ സർവീസിന് വേണ്ടി നമ്മൾ കുറച്ച് പൈസ മാറ്റി വെക്കും.
അതേപോലെ അവിടെ മെമ്പേഴ്സിന് ഷെയർ ക്യാപിറ്റലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മെമ്പേഴ്സിന് കുറച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ആയിട്ട് നമ്മൾ പറയുന്നത് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. നമ്മൾ ഒരു തവണ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളത് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ടു മെമ്പേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ അവിടെ മെമ്പേഴ്സിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം, ഓഫീസ് ബെയറേഴ്സിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം, അതേപോലെ പ്രോസ്പെക്റ്റീവ് മെമ്പേഴ്സ് എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ മെമ്പേഴ്സാണ്. എന്ന് വെച്ചാൽ നമുക്കിനി മെമ്പേഴ്സായി വരാൻ കഴിയുന്ന കുറച്ച് ആളുകളുണ്ടാവും. നമ്മുടെ ഈ ഒരു പ്രവർത്തനം കണ്ടും അതേപോലെ ഇതൊരു വലിയ സംഘടനയാണ്, ഇതിനകത്ത് ഭാഗമാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്രയോജനം ഉണ്ടാകും എന്നൊക്കെ തോന്നിയിട്ട് പിന്നെ അംഗങ്ങളാകാൻ പോകുന്ന കുറച്ച് ആളുകൾ, അവരാണ് പ്രോസ്പെക്റ്റീവ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കൊക്കെ എന്ത് കൊടുക്കണം? എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. ഏറ്റവും അവസാനമായി പറയുന്ന പോയിന്റ് കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ഇതൊരു അന്തർദേശീയമായ വളർച്ച, അത് ലോക്കലോ നാഷണലോ ഇൻ്റർനാഷണൽ ലെവലോ ആവാം, ഏത് ലെവലിലായാലും എന്ത് വളരുക എന്നുള്ളതാണ് കോഓപ്പറേഷൻ വളരുക എന്നുള്ളതാണ്. അപ്പം ഒരു കോഓപ്പറേഷൻ്റെ മൊത്തത്തിലുള്ള ഗ്രോത്താണ് എവിടെ പറയുന്നത്? ഈ 6ാമത്തെ പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. അപ്പോൾ ഒരു വലിയ സ്ട്രെങ്തോടുകൂടി ഈ കോഓപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഘടന അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് സംഘടന എന്ന് പറയുന്നതിനേക്കാൾ ഒന്നുകൂടെ നല്ലത് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നാണ് പറയുന്നതാണ്. അപ്പോൾ ഈ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒരു വളരെ സ്ട്രെങ്തോടുകൂടി മുന്നോട്ട് പോവുകയും അവിടെ ഒരു മോഡേൺ എക്കോണമി സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സിനകത്ത് നമുക്ക് പറയാൻ കഴിയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അവസാനമായി പറയാൻ കഴിയുന്നത് പ്രിൻസിപ്പിൾസ് ബൈ ICA ഇൻ 1995 എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ 4th സ്റ്റേജാണ്, ലാസ്റ്റ് സ്റ്റേജ് എന്ന് നമുക്ക് വേണേൽ പറയാൻ കഴിയും. 4th സ്റ്റേജിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ബൈ ICA 1995 ആ ഒരു പ്രിൻസിപ്പിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് പ്രകാരം നമുക്ക് പ്രധാനമായിട്ടും 7 പ്രിൻസിപ്പിളാണ് ഉള്ളത്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പിട്ടായിട്ട് നമുക്കൊരു ഇൻട്രൊഡക്ഷനായിട്ട് പറയുമ്പോൾ എന്താണ്, എ സീരീസ് ഡിസ്കഷൻ വാസ് മെയ്ഡ് ഓൺ ദ ഇറോഷൻ ഇൻ വാല്യൂസ് ഓഫ് കോഓപ്പറേഷൻ ഇൻ ICA ടോക്കിയോ കോൺഗ്രസ് ഹെൽഡ് ഇൻ 1992. അപ്പം സഹകരണ മേഖലയുടെ അല്ലെങ്കിൽ സഹകരണ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു, മൂല്യങ്ങളില്ലാതെയായി പോകുന്നു എന്ന് പറയുന്നൊരു വലിയ ചർച്ച 1992 ഈ ടോക്കിയോ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടിയ അല്ലെങ്കിൽ അവിടെ നടന്ന സമ്മേളനത്തിലുണ്ടായി. അപ്പം therefore ടോക്കിയോ കോൺഗ്രസ് റെക്കമെൻഡ് ICA ടു ഇനിഷ്യേറ്റ് സ്റ്റെപ്സ് ടു റിവ്യൂ കറണ്ട് ICA കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻ 1966 ആൻഡ് മേക്ക് പോസിബിൾ ചേഞ്ചസ് ടു പ്രിവെൻറ്റ് ദ ഇറോഷൻ ഓഫ് വാല്യൂസ് ഓഫ് കോഓപ്പറേഷൻ. അപ്പോൾ ടോക്കിയോ കോൺഗ്രസ് യഥാർത്ഥ ICAയോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ 1966 അവിടെ പുറത്തിറക്കപ്പെട്ട ആ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ റിവ്യൂ ചെയ്യുകയും അവിടെ ഈ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ അതല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് വാല്യൂസിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന അല്ലെങ്കിൽ ഇറോഷൻ സംഭവിക്കാതിരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ ICAയുടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഡോക്ടർ ഇവാൻ മക്ഫിയേഴ്സൺ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ റിവ്യൂവറായിട്ട് ഇരുന്നിട്ടുള്ളത്. 1994 കുറച്ച് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പുറത്തിറക്കി. അപ്പം 1995 സെപ്റ്റംബർ 26 ആ ജനറൽ അസംബ്ലി കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അത് മാഞ്ചസ്റ്ററിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ചിട്ടാണ് ഈ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ എന്ത് ചെയ്തിട്ടുള്ളത്, അംഗീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ആ അംഗീകരിച്ചിട്ടുള്ള കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പ്രകാരം പ്രധാനമായിട്ടും 7 കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ് ഉണ്ട്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ ഉണ്ട്, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ഉണ്ട്, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ ഉണ്ട്, കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ അങ്ങനെ അത് കുറച്ച് പുതിയതായിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസും ഉണ്ട്, പഴയ പ്രിൻസിപ്പിൾസും ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ പഴയ പ്രിൻസിപ്പിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ്. ഇത്രയും പഴയതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പുതുതായിട്ട് നമുക്ക് അതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ഉണ്ട്, അതേപോലെ ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഉണ്ട്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ഉണ്ട്. അങ്ങനെ പ്രധാനമായിട്ടും ആ 3 പ്രിൻസിപ്പിളാണ് നമുക്കിവിടെ പറയാനുള്ളത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ചോദ്യം മാത്രമായി 15 മാർക്കിന് ചോദിക്കും.
പ്രിൻസിപ്പിൾസ് ബൈ ICA ഇൻ 1995 എന്ന് പറയുന്ന ഒരു ചോദ്യം മാത്രമായി 15 മാർക്കിന് ചോദിക്കും. അങ്ങനെ വന്നാൽ ഈ 7 പ്രിൻസിപ്പിൾസും എടുത്തെഴുതുകയും അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ തന്നെ മുന്നേയുള്ള ഡിസ്ക്രിപ്ഷൻസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കിയായിട്ടാണ് പറയാൻ പോകുന്നത്. ഈ ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, അതേപോലെ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി, അത്തരം കാര്യങ്ങളാണ് ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ദ വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ് ആയാലും, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ ആയാലും, അതേപോലെ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതായതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഡിസ്കസ് ചെയ്യാൻ പോണില്ല. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോണത് മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ എന്ന് വെച്ചാൽ എന്താണ്? മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്യാപിറ്റൽ അല്ല നമ്മുടെ മാസ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ ക്യാപിറ്റലിനെ നമ്മളല്ല സേവിക്കേണ്ടത്, പകരം ക്യാപിറ്റൽ നമ്മളെയാണ് സേവിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. Members contribute equitably to and democratically control the capital of their cooperatives. അപ്പോൾ ഏതൊരു കോപ്പറേറ്റീവ് സ്ഥാപനമായാലും നമ്മൾ അതിനകത്തേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈക്വലായിട്ടാണ്. അതേപോലെ തന്നെ അവിടുത്തെ കൺട്രോൾ ചെയ്യുന്നതും ഡെമോക്രാറ്റിക് ആയിട്ടാണ്. അപ്പം കുറേ ആൾക്കാർക്ക് കൂടുതൽ, കുറേ ആൾക്കാർക്ക് കുറവ്, അങ്ങനെയൊന്നുമില്ല. അവിടുത്തെ പാർട്ടിസിപ്പേഷൻ എല്ലാവർക്കും ഒരേപോലെയാണ്. അവിടെ സർപ്ലസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരുപോലെയാണ് വീതം വെച്ചെടുക്കുന്നത്. അത് സർപ്ലസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ എല്ലാവരും അങ്ങ് വീതം വെച്ചെടുക്കുക അല്ല ചെയ്യുന്നത്. പകരം എന്ത് ചെയ്യുന്നു? അത് ആദ്യം ആ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി കുറച്ച് ചിലവഴിക്കും, കുറച്ച് പൈസ അവിടുത്തെ റിസർവിലേക്ക് മാറ്റി വെക്കും, അതേപോലെ കുറച്ച് പോർഷൻ എന്ത് ചെയ്യും, മെമ്പേഴ്സിന് കൊടുക്കും. അങ്ങനെ പല രീതിയിലാണ് ഇതിൻ്റെ സർപ്ലസുകളൊക്കെ ചിലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മെമ്പേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് എക്കണോമിക് ആയിരിക്കും. അപ്പോൾ മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. അടുത്തൊരു പോയിൻ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ആണ്. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങൾ ഓട്ടോണമസ് ആണ്. ഓട്ടോണമസ് എന്ന് വെച്ചാൽ സ്വയംഭരണ അവകാശമുള്ള സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഓട്ടോണമസ് എന്ന് വെച്ചാൽ നമ്മുടെ നിയമസഭകളിലൊക്കെ നിയമം അവതരിപ്പിച്ച് ഗവൺമെൻറ്റുകൾക്ക് ലിമിറ്റഡ് കൺട്രോൾ മാത്രമുള്ള ഒരു ഓട്ടോണമസ് സ്ഥാപനങ്ങളാണ് കോപ്പറേറ്റീവ്സ്. അവർക്ക് നല്ല ഇൻഡിപെൻഡൻസ് ഉണ്ട്, സ്വതന്ത്ര സംഘടനകളാണ് എന്നുള്ളതാണ്, അതാണ് അതിനകത്ത് പറയുന്നത്. അതേപോലെ ലാസ്റ്റ് പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റിയാണ്. കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി നിങ്ങൾ പ്രത്യേകം ആലോചിക്കുക. 7 പ്രിൻസിപ്പിളുണ്ട്. ഞാനിവിടെ 3 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് വെച്ചാൽ ബാക്കിയില്ല എന്നുള്ളതല്ല. ബാക്കി 4 കൂടി നമ്മൾ നേരത്തെ പലവട്ടം പറഞ്ഞതുകൊണ്ടാണ് ഞാനിവിടെ പറയാതെ പോകുന്നത്. കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഈ സ്ഥാപനങ്ങളെല്ലാം നിലനിൽക്കുന്നത് ഒരു കമ്മ്യൂണിറ്റിയിലാണ്, ഒരു സൊസൈറ്റിയിലാണ്. ആ സൊസൈറ്റി മുന്നോട്ട് പോകേണ്ടത്, ആ സൊസൈറ്റിക്കൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകേണ്ടത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ കൂടി ആവശ്യമാണ്. അപ്പോൾ നമ്മളിനി എത്ര സർപ്ലസ് ഉണ്ടാക്കിയാലും, നമ്മളിനി എത്ര ഡെവലപ്ഡ് ആയാലും അതിൻ്റെ ഒരു ഭാഗം, അതിൻ്റെ ഒരു അംശം അത് വർക്ക് ചെയ്യുന്ന, നമ്മൾ നിലനിൽക്കുന്ന ആ ഒരു സൊസൈറ്റിക്ക് കൂടി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് കൂടി അതിൻ്റെ പ്രയോജനം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപനം വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കൺസേൺ, അവിടുത്തെ കമ്മ്യൂണിറ്റിക്ക് കൂടി കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 4ാമത്തെ സ്റ്റേജിൽ പറയുന്നു. 4ാമത്തെ സ്റ്റേജിൽ 7 പ്രിൻസിപ്പിളുണ്ട്. വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമസ് ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് വളരെ കൃത്യമായിട്ട് കേൾക്കുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തന്നെ പിൻ ചെയ്തേക്കുക. ഞാനത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തോളാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കണം.